MP-ക്ക് ബോണസ് ഉണ്ടോ? ഒരു ബോണസും ഇല്ല. ഒരു ബോണസും ഇല്ലെന്ന് മാത്രമല്ല, കിട്ടുന്ന ശമ്പളം ഇപ്പോ ഞാൻ ഒരു ലോൺ അടച്ചോണ്ടിരിക്കുകയാണ്. ചെറുപ്പത്തില് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ എനിക്ക് ആഗ്രഹം ഒരു പൈലറ്റ് ആവണമെന്നായിരുന്നു. അപ്പോൾ ഐ മീറ്റ് ന്യൂ പീപ്പിൾ, ഐ മീറ്റ് ന്യൂ ചാലഞ്ചസ്, ഐ ഗെറ്റ് ഇൻവോൾവ്ഡ് ഇൻ മെനി ഡിഫറെൻറ്റ് പ്രോജക്ട്സ്. സോ ഐ എം ഹാപ്പി വിത്ത് ദാറ്റ്. നമ്മൾ ചെയ്യുന്ന ജോലി അതൊരു ജോലിയല്ല, ഒരു പാഷനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റണം. നമ്മൾ ജനങ്ങളോട് സിൻസിയർ ആണെങ്കിൽ they will definitely understand that. അടിച്ചു കയറി വാ. മാവേലി എല്ലാവരെയും സന്തോഷിപ്പിക്കുന്നത് അതിനേക്കാൾ കൂടുതൽ എല്ലാവരും സമാധാനത്തോടു കൂടി സൗഹൃദത്തോടു കൂടി ജീവിക്കുന്ന ഒരു അന്തരീക്ഷം. അപ്പോൾ പഴപ്രഥമൻ ഉണ്ടാവണം എന്നുള്ളത് മാത്രമേ ഒരു നിർബന്ധമുള്ളൂ. ഞാൻ എല്ലാവർക്കും നമസ്കാരം. ഓണക്കാലമാണ്, ഓണത്തിന് എല്ലാം സ്പെഷ്യലാണ്. സോ പൊളി ടോക്സിൽ ഇന്നൊരു സ്പെഷ്യൽ വ്യക്തി എൻ്റെ കൂടെ RJ വിജിതയുടെ കൂടെ ചേരുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരനായിട്ടുള്ള ഒരു MP ആണ്. എറണാകുളത്തുകാരോട് ചോദിച്ചാൽ പറയും നല്ല സ്റ്റൈലായിട്ട് നല്ല ജീൻസൊക്കെ ഇട്ട് ബുള്ളറ്റിൽ പോകുന്ന ആ ഒരു MP. യെസ്, അപ്പോൾ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരേ ഒരു മുഖം പ്രിയപ്പെട്ട ഹൈബി ഈഡൻ. ഹലോ വിജിത, ഹാപ്പി ഓണം. ഓണമൊക്കെ ഇങ്ങനെ തിരക്കിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ? ഓണം ഭയങ്കര തിരക്കുള്ള സമയമാണ്. അപ്പോൾ ഓണത്തിനെ കുറിച്ചിട്ട് തന്നെ നമുക്ക് ചോദിക്കാം, എങ്ങനെയാണ് ഹൈബിയുടെ ഒരു ഓണം എന്നൊക്കെ പറയുന്ന സമയത്ത് ഒരു MP-യുടെ ഓണം എങ്ങനെയാണ്? കേൾക്കട്ടെ. ഓണം ഓരോ സമയത്ത് എനിക്ക് തോന്നുന്നു ഭയങ്കര വ്യത്യസ്തമാണ്. നമ്മളൊരു കുട്ടിയായിരിക്കുമ്പോൾ ഉള്ള ഓണം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ്. ഓണം ഹോളിഡേയ്സാണ്, ക്ലാസ്സിൽ പോണ്ട, മുഴുവൻ കളിക്കാൻ പറ്റും. അപ്പോൾ കസിൻസിൻ്റെ വീട്ടിലായിരിക്കും കൂടുതൽ. അവിടെ കളിച്ച് തളർന്നു വരുമ്പോൾ ഒരു സദ്യക്കൊന്നും വലിയ പ്രാധാന്യമില്ല, പായസം കുടിക്കുക, കളിക്കുക വീണ്ടും. അതാണ് അന്നത്തെ ഒരു ഓണം എന്ന് പറയുന്നത്. പിന്നീട് കോളേജിൽ വന്നപ്പോൾ ഇറ്റ് വാസ് ഡിഫറെൻറ്റ്. നമ്മൾ എന്താ പറയുക, ഒരു സ്റ്റുഡൻറ്റ് ഓർഗനൈസേഷനിലൊക്കെ പ്രവർത്തിക്കുമ്പോൾ, ലീഡർ ആയിട്ട് നിൽക്കുമ്പോൾ ഞാൻ എപ്പോഴും ഷെയർ ചെയ്യാറുള്ളൊരു ഒരു സന്തോഷവും നമ്പറും ഒക്കെയാണ്. കാരണം ഞങ്ങൾ ഒരു വലിയ പൂക്കളം ഇടുമായിരുന്നു. കാരണം ഈ സമയത്താണ് ഫസ്റ്റ് ഇയേഴ്സ് വരുന്നത്, ക്യാമ്പസിലേക്ക് ഫസ്റ്റ് ഇയേഴ്സ് കടന്നു വരുന്ന സമയമാണ്. അപ്പോൾ ഞങ്ങളൊരു വലിയൊരു പോർട്ടിക്കോ ഉണ്ട് തേവര സേക്രഡ് ഹാർട്ട് കോളേജിൻ്റെ. അപ്പോൾ ആ പോർട്ടിക്കോയിൽ ഞങ്ങളൊരു വലിയ ഭീമൻ പൂക്കളം ഇടും. ഞങ്ങൾ KSU വെൽക്കംസ്, നവാഗതർക്ക് സ്വാഗതം എന്ന് പറഞ്ഞിട്ടൊരു പൂക്കളം ഇടാറുണ്ട്. അപ്പോൾ ഇത് ക്യാമ്പസിൽ അനുമതിയൊന്നും മേടിച്ചിട്ടിടുന്നതല്ല. ഓഡിറ്റോറിയത്തിൽ പൂക്കള മത്സരമുണ്ട്. പക്ഷെ ഞങ്ങൾ ഒരു രാത്രി ഫ്രണ്ട്സായിട്ട് പോയിട്ട് നോർത്ത് പരമാ റോഡിൽ നിന്ന് പൂവൊക്കെ വാങ്ങിച്ച് ത്രിബിൾസിലാണ് പോകുന്നത്. എന്നിട്ട് രാത്രി 12 മണി 1 മണിയൊക്കെ ആകുമ്പോൾ ക്യാമ്പസിൽ ചാടി കിടന്നിട്ട് ഈ പൂക്കളിടും. അങ്ങനെ ഒരു മണിക്കൂറുകളോളം ഞങ്ങളുടെ കൂടെ ഒരു ആർട്ടിസ്റ്റ് ഉണ്ട്, ഷഫീഖ് എന്ന് പറഞ്ഞിട്ട് ആളാണ് പൂ ഒക്കെ ഇടുന്ന അറേഞ്ച് ചെയ്തു. എല്ലാം കഴിഞ്ഞപ്പോൾ ഒരു 6 മണി 7 മണിയായപ്പോൾ അച്ഛൻ വന്നിട്ട്, അന്നത്തെ പ്രിൻസിപ്പൽ അച്ഛൻ വന്നിട്ട് ഇത് മുഴുവൻ തട്ടിക്കളഞ്ഞു. അപ്പോൾ അത് ഞങ്ങൾക്കൊരു ഭയങ്കര വിഷമമായിരുന്നു ആ സമയത്ത്. അത് ഒരു വിദ്യാർത്ഥി നേതാവിന് ആ വിഷമം കാണിക്കാനും പറ്റില്ല. കുട്ടികൾക്കാണെങ്കിൽ ഇതാരും കണ്ടിട്ടുമില്ല, എന്താ സംഭവിച്ചതെന്ന് ആർക്കറിയില്ല. അപ്പോൾ അതൊരു വലിയ വേദനയായിരുന്നു. അപ്പോൾ ഞങ്ങൾ അന്ന് കരയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നീട് കുട്ടികൾ വന്നപ്പോൾ ആസ് യൂഷ്വൽ കുട്ടികളെ വെൽക്കം ചെയ്യാൻ നിന്നു. അപ്പോൾ ഓണത്തിന് ഒരുപാട് എക്സ്പീരിയൻസസ് ആണ്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ വളരെ തിരക്കുള്ള ഓണമാണ്. ക്ലബ്ബുകൾ, സാംസ്കാരിക സംഘടനകൾ, ഒരുപാട് ഓർഗനൈസേഷൻസ്. പിന്നെ എറണാകുളം അല്ലേ എപ്പോഴും ഓണത്തിൻ്റെ ഒരു വൈബുള്ള സ്ഥലമാണ്. അപ്പോൾ എല്ലാ ഓർഗനൈസേഷൻസും ഓണം ആഘോഷിക്കും. റെസിഡൻസ് അസോസിയേഷനുകളുണ്ട്, വിവിധ സംഘടനകളുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഓണത്തിൻ്റെ ഭാഗമാകുക, മത്സരങ്ങളുടെ ഭാഗമാകുക, വള്ളംകളി, വടംവലിയും എല്ലാം ഉണ്ടല്ലോ. അപ്പോൾ എല്ലാം കൂടി ഇത്തിരി ബിസി ആണെങ്കിലും നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ പൊതുവെ എല്ലാവരും ഓഫറുകൾ നോക്കുന്ന സമയം എന്തെങ്കിലും ഹൈബി ഇങ്ങനെ ഓണത്തിന് ഓഫർ ഉണ്ടാവും, അപ്പോൾ വാങ്ങിയാൽ മതി എന്നൊക്കെ വീട്ടിൽ പറയാറുണ്ട്. ഞാൻ ഓഫറുള്ള സമയത്ത് എടപ്പള്ളി ജംഗ്ഷനിലോട്ട് പോവാറില്ല. അല്ലെങ്കിൽ ഈ ഓഫർ വരുന്ന സമയത്ത് ഞങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. ഞാൻ ഓഫർ നോക്കിയൊന്നും വാങ്ങാൻ പോകാറില്ല, കാരണം അത് നമുക്ക് സാധിക്കില്ല. കാരണം ഏറ്റവും തിരക്ക് കുറഞ്ഞ സ്ഥലത്ത് പോകണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പിന്നെ ഷോപ്പിംഗ് ഞാനല്ല, അത് എൻ്റെ ഭാര്യയും മോളും കൂടി ചെയ്യുന്നൊരു ഡിപ്പാർട്ട്മെൻ്റാണ്. അതുപോലെ ഓണത്തിന് വളരെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, കമ്പനികളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം, ഓണത്തിൻ്റെ ബോണസ്. MP-ക്ക് ബോണസ് ഉണ്ടോ? ഒരു ബോണസും ഇല്ല. ഒരു ബോണസും ഇല്ലെന്ന് മാത്രമല്ല, കിട്ടുന്ന ശമ്പളം ഇപ്പോൾ ഞാൻ ഒരു ലോൺ അടച്ചോണ്ടിരിക്കുകയാണ്. ട്രേഡ് യൂണിയൻ ഓർഗനൈസേഷൻ, ഇപ്പോൾ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട്, കൊച്ചിൻ ഷിപ്പ് യാർഡ്,
അതുപോലുള്ള FICT അതുപോലുള്ള ഓർഗനൈസേഷൻസിൻ്റെ ട്രേഡ് യൂണിയൻ ലീഡർ കൂടിയാണ്. വി ആർ ഫോഴ്സ് ടു ബിക്കം, ബിക്കോസ് നമ്മൾ സെൻട്രൽ ഗവൺമെൻറ് ഓർഗനൈസേഷൻസ് ആകുമ്പോൾ അതിൻ്റെ എംപ്ലോയീസിൻ്റെ പ്രോബ്ലംസിന് വേണ്ടി നിൽക്കാറുണ്ട്. പിന്നെ അവരുടെ ആവശ്യങ്ങളൊക്കെ പാർലമെൻറ്റിലൊക്കെ പറയേണ്ടി വരും. HMT ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ അവിടെ തൊഴിലാളികളുടെ ആവശ്യപ്രകാരം ഓണം ബോണസ് കാര്യങ്ങൾ, ശമ്പളം വർധനമൊക്കെ പറയാറുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ ഓണം ബോണസ് ഒന്നുമില്ല. പിന്നെ ഓണം എന്നല്ല, അങ്ങനെ ബോണസ് തരാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇന്ത്യയിലെ പാർലമെന്റിലെ എല്ലാ മാസം ഫെസ്റ്റിവൽസ് ഉണ്ടാവും. പാടുപെടും. അതെ അതെ. അതുപോലെ ഓണത്തിന്റെ മറ്റൊരു ഹൈലൈറ്റ് ഓണത്തിന്റെ അവധിയാണ്. അപ്പോൾ MP അവധി ഉണ്ടാവാറുണ്ടോ? അവധിയും ബോണസും ഇല്ല. അവധി ഇല്ല എന്ന് മാത്രമല്ല, ഓണം അല്ലെങ്കിൽ ഫെസ്റ്റിവൽ സീസണാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ പ്രസൻസ് അറിയിക്കേണ്ടതും ഞങ്ങൾ ഏറ്റവും കൂടുതൽ തിരക്കുള്ളതും. ഈ പറഞ്ഞ പോലെ എല്ലായിടത്തും നമുക്കിപ്പോൾ ഞാനിത് കഴിഞ്ഞ് നേരെ എറണാകുളം മാർക്കറ്റിലാണ് പോകുന്നത്. അവിടെ ഓണ പച്ചക്കറി കിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഒരുപാട് അവരുടെ ഓർഗനൈസേഷൻ, എറണാകുളം മാർക്കറ്റ് സ്റ്റോൾ ഓണേഴ്സ് അസോസിയേഷൻ ഒരുപാട് പേർക്ക് ഓണ കിറ്റ് സൗജന്യമായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ടാവും. ഇപ്പോൾ പൊളിറ്റീഷ്യനാണ്, ഇതല്ലെങ്കിൽ എന്തായിരുന്നിരിക്കും, എന്ത് പ്രൊഫഷൻ ആയിരിക്കും ചൂസ് ചെയ്തിട്ടുണ്ടാവുക? എപ്പോഴെങ്കിലുമൊക്കെ തോന്നിയിട്ടുണ്ടാവുമല്ലോ, എനിക്ക് ഇന്ന് ഈ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്, ഇങ്ങോട്ട് പോവാം. പൊളിറ്റിക്സിലേക്ക് വരുന്നതിന് മുൻപ് എന്തായിരുന്നു ഹൈബിയുടെ മനസ്സിൽ? ഞെട്ടോ? ഇല്ല, പറയൂ. ഞാനും ആൾക്കാരൊക്കെ ഞെട്ടുവോ? എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ എനിക്ക് ആഗ്രഹം ഒരു പൈലറ്റ് ആവണമെന്നായിരുന്നു. പിന്നെ ഞാൻ ചില യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി. മാത്സും സയൻസൊക്കെ പഠിക്കണം എന്ന് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ നേരത്തെ എൻ്റെ ചുവട് മാറ്റി ഞാൻ ഒരു MBA ആവാം എന്ന് കരുതിയിട്ട് ഞാൻ നേരെ കൊമേഴ്സിലേക്ക് ചുവട് മാറ്റി. പിന്നെ MBA അങ്ങനെ ഒരു പാഷനൊന്നും അല്ലായിരുന്നു, പഠിക്കാൻ വേണ്ടി പഠിക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ പ്രീ ഡിഗ്രി കൊമേഴ്സ് കഴിഞ്ഞ്, ഗ്രാജുവേഷൻ കൊമേഴ്സ് കഴിഞ്ഞ്, പിന്നെ ഞാൻ MSW ഒരു പാഷനായിരുന്നു, സോഷ്യൽ വർക്ക്. ഞാൻ NSSൽ വളരെ ആക്റ്റീവായിരുന്നു. അപ്പോൾ അങ്ങനെ MSWന് ചെന്നു. MSWന് വന്നപ്പോൾ അവിടുത്തെ അച്ഛൻ പറഞ്ഞു, കോളേജ് യൂണിയൻ ചെയർമാനൊക്കെ ആയിട്ടിരുന്നതല്ലേ, ഇവിടെ എല്ലാ ദിവസവും ക്ലാസ് ഉണ്ടാവും, ശനിയാഴ്ചയും ക്ലാസ് ഉണ്ടാവും, അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ആ പ്രിവിലേജസ് ഒന്നും കിട്ടില്ല എന്ന് പറഞ്ഞു. നേരെ ഞാൻ ട്രിവാൻഡ്രം ലോ അക്കാഡമിയിൽ LLBക്ക് പോയി ചേർന്നതാണെന്ന്. അപ്പോൾ ഞാൻ പൈലറ്റ് ആവണം എന്ന് ഉണ്ടായി. പിന്നെ MBAക്ക് പോകണം എന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്കായിരുന്നു ഡാഡി മരിച്ചതൊക്കെ. അപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു പാഷൻ ഇത് തന്നെയാണ്. ഐ ഡോണ്ട് തിങ്ക് ഐ വുഡ് ആ ഒരു ജോബ് സാറ്റിസ്ഫാക്ഷൻ മറ്റേതൊരു ജോലി ചെയ്താലും എനിക്ക് കിട്ടും എന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ എനിക്കൊരു ഫുൾ ടൈം ഒരു ഓഫീസ് ടൈമിലിരുന്ന് ഒരു സ്ട്രിക്റ്റ് സ്കെഡ്യൂളിലിരുന്ന് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരാളാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു വെർസറ്റൈലിറ്റി എന്ന് പറയുന്നത് ഒരുപാട് ആളുകളെ കാണുക, അവരുടെ കാര്യങ്ങൾ കേൾക്കുക, ആ ഒരു പാഷനും ഡ്രൈവും എനിക്കുണ്ട്. അപ്പോൾ ഐ മീറ്റ് ന്യൂ പീപ്പിൾ, ഐ മീറ്റ് ന്യൂ ചാലഞ്ചസ്, I get involved in many different projects. So I'm happy with that. എപ്പോഴായിരുന്നു ആ ഒരു ടേണിംഗ് പോയിന്റ് ദാറ്റ് ഞാൻ ഇനി പൊളിറ്റിക്സിലേക്ക് തന്നെ ഇറങ്ങാം? കാരണം കോളേജിലൊക്കെ പൊളിറ്റിക്സിൽ ആക്റ്റീവ് ആയിരുന്നു എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഇല്ല, അങ്ങനെയല്ല. ഞാൻ സ്റ്റുഡൻറ് ഓർഗനൈസേഷനിൽ ഭയങ്കര ആക്റ്റീവായിരുന്നു. ഞാൻ പ്രീ ഡിഗ്രി റെപ്രസെൻറ്റേറ്റീവ് ആയിരുന്നു. ഫസ്റ്റ് ഇലക്ഷൻ ഞാനൊരു 17-18 വയസ്സുള്ളപ്പോൾ മത്സരിച്ചു. പിന്നെ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായി, കോളേജ് യൂണിയൻ ജനറൽ സെക്രട്ടറി ആയി. അപ്പോൾ ഫാദർ മരിച്ചു. പിന്നീടാണ് ഞാൻ കോളേജ് യൂണിയൻ ചെയർമാൻ ആവുന്നത്. അത് കഴിഞ്ഞ് ഡിഗ്രി പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ KSUവിൻ്റെ ഡിസ്ട്രിക്ട് പ്രസിഡൻ്റ് ആകുമ്പോഴാണ് ഒരു സീരിയസ് ക്യാമ്പസിൻ്റെ പുറത്തേക്കൊരു സ്റ്റുഡൻറ്റ് ആക്ടിവിസം ജില്ലയിലെ എല്ലാ ക്യാമ്പസിലും പോകാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടുക. ദെൻ ഇറ്റ് ബിക്കെയിം സീരിയസ്. 2004 എന്നൊക്കെ പറയാം. പിന്നെ KSUവിൻ്റെ സ്റ്റേറ്റ് പ്രസിഡൻ്റായി, NSUയുടെ നാഷണൽ പ്രസിഡൻ്റായി. അപ്പോൾ ഇറ്റ് വെൻറ്റ് ലൈക്ക് ദാറ്റ്. ആ ജേർണി വാസ് വെരി ഇൻട്രസ്റ്റിംഗ്. കാരണം ഇന്ത്യയിലെ മുഴുവൻ യൂണിവേഴ്സിറ്റീസിലും ക്യാമ്പസസിലും ഒക്കെ പോവുക, രാഹുൽ ഗാന്ധിയോട് യാത്ര ചെയ്യാൻ പറ്റുക, ഇറ്റ് വാസ് എ ഫാസിനേറ്റിംഗ് എക്സ്പീരിയൻസ്. ഈ കോളേജ് ലെവലിൽ തന്നെ പൊളിറ്റിക്സിനെ കുറിച്ച് കുട്ടികൾക്ക് ധാരണ ഉണ്ടാവണമെന്ന് വിചാരിക്കുന്നുണ്ടോ? ആബ്സല്യൂട്ട്ലി. കാരണം ഒരു പൊളിറ്റിക്കൽ അവെയർനെസ്, അത് ഒരു നമ്മൾക്ക് വോട്ടിംഗ് റൈറ്റ് എന്ന് പറയുന്നത് 18 വയസ്സാണ്. ഇപ്പോൾ +2 കഴിഞ്ഞാൽ ഒരു കുട്ടി കോളേജിൽ എൻറോൾ ചെയ്യുമ്പോൾ ഹി ഓർ ഷീ ഹാസ് ദ റൈറ്റ് ടു ചൂസ് യുവർ പീപ്പിൾസ് റെപ്രസെൻറ്റേറ്റീവ്. അത് പഞ്ചായത്തിലാണെങ്കിലും അസംബ്ലിയിലാണെങ്കിലും പാർലമെൻറ്റിലാണെങ്കിലും യു ഹാവ് എ ബേസിക് വോട്ടിംഗ് റൈറ്റ്. അങ്ങനെ വോട്ടിംഗ് റൈറ്റ്, ഇന്ത്യയുടെ ഭരണാധികാരികളെ തിരഞ്ഞെടുക്കാൻ വോട്ടിംഗ് റൈറ്റുള്ള ആളുകൾ പൊളിറ്റിക്കലി അവെയർ ആയിരിക്കണം. ദേ ക്യാൻ ബി ഇൻക്ലൈൻ ടു എനി ഐഡിയോളജി. എല്ലാ ഐഡിയോളജിയും അവരെന്താണെന്ന് മനസ്സിലാക്കണം. അതിൽ അവർക്ക് അവരുടെ ഇതിന് ചേരാൻ പറ്റുന്ന എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കണം. ദാറ്റ് ഈസ് എ ബേസിക് തിങ്. കാരണം ഒരു അപ്പോളിറ്റിക്കൽ ആവുക എന്ന് പറയുന്നത് ഇടയ്ക്കൊരു ഫാഷൻ പോലെയൊക്കെ ആവാറുണ്ട്. പക്ഷെ അപ്പോളിറ്റിക്കൽ ആവുന്നത് ഇറ്റ് ഡസൻറ്റ്
സോൾവ് ദി പ്രോബ്ലം. ബേസിക്കലി നമ്മൾക്ക് ഐഡിയോളജീസിൽ മോശവും നല്ലതും ഗുണവും ദോഷവും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളുണ്ടാകും. അതിന് നമുക്കെപ്പോഴും ഡെമോക്രസിയിൽ അതിനെ വോട്ട് ഔട്ട് ചെയ്യാനുള്ള അധികാരമുണ്ട്. പക്ഷെ ഒരിക്കലും അപ്പൊളിറ്റിക്കൽ ആവുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ദ റൈറ്റ് ചോയ്സ്. ദാറ്റ്സ് മൈ അണ്ടർസ്റ്റാൻഡിങ്. അപ്പോൾ കുട്ടികൾക്ക് പൊളിറ്റിക്കൽ അവയർനെസ് വേണം, ചെറിയ പ്രായത്തിൽ തന്നെ വേണം എന്നുള്ള അഭിപ്രായക്കാരൻ തന്നെ ഞാൻ. അവരുടെ റൈറ്റ്സ് കേർട്ടെയിൽ ചെയ്യുമ്പോഴാണ് പലപ്പോഴും ദേ വിൽ ബി ഫോഴ്സ്ഡ് ടു ബി ഓൺ എ പ്ലാറ്റ്ഫോം അൺലെസ് ആൻഡ് അൺടിൽ ദേ റൈറ്റ്സ് ആർ കേർട്ടെയിൽഡ്. അതുവരെ അവർ ഇതിനെ ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യില്ല. അവർ യുണൈറ്റ് ചെയ്യുന്നത് ചിലപ്പോൾ നോൺ പൊളിറ്റിക്കൽ ബേസിസ് ആയിരിക്കും, ബട്ട് സ്റ്റിൽ ദേ അണ്ടർസ്റ്റാൻഡ് ദ വാല്യൂ ആൻഡ് സ്ട്രെങ്ത് ഓഫ് ബീങ് യുണൈറ്റഡ്. ഈ അവയർനെസ്, ഈ പൊളിറ്റിക്കൽ അവയർനെസ് വരാനായിട്ട് എന്തൊക്കെ ചെയ്യാം കുട്ടികൾക്ക്? അതായത് ഇപ്പോൾ ഒരു വളർന്നു വരുന്ന പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് എനിക്ക് ഈ പൊളിറ്റിക്സിനെ കുറിച്ച് അറിയില്ല. ഇല്ല, നമ്മൾ പൊളിറ്റിക്സ് അറിയണമെന്നൊരു നിർബന്ധമൊന്നുമില്ല. നമുക്ക് ബേസിക്കലി നമുക്ക് പത്രം വായിക്കാം. പത്രം വായിക്കുക എന്ന് പറയുന്നത് പൊളിറ്റിക്സ് വായിക്കാൻ വേണ്ടിയിട്ടല്ല, നമ്മുടെ ലോകത്ത് മുഴുവൻ നടക്കുന്ന കാര്യങ്ങൾ അറിയാൻ സാധിക്കും. അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് ന്യൂസ് ചാനൽ കാണാൻ പാടില്ല, സോഷ്യൽ മീഡിയ കാണാൻ പറ്റില്ല? ദാറ്റ് ഈസ് ഓൾസോ പാർട്ട് ഓഫ് ദാറ്റ്. ഇപ്പോഴത്തെ പുതിയ ഈ റീഡിങ്ങിലേക്ക് പോകുമ്പോൾ ഇതെല്ലാം നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ ആ ഒരു റീഡിങ് കൾച്ചർ വളർത്തുക എന്ന് പറയുന്നത്, ആ ഒരു ഇൻകൾക്കേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് നോളജ് ഓഫ് ആൻഡ് ഡീപ്പ് സാറ്റിസ്ഫാക്ഷൻ ബൈ റീഡിങ് എ ബുക്ക് ഇസ് ഡിഫറെൻറ്റ്. നമ്മൾ അതിൻ്റെ ഒരു പരന്ന വായനയും അറിവും ആഴവും എല്ലാം നമ്മൾക്ക് ജീവിതത്തിൽ എപ്പോഴും ഗുണം ചെയ്യത്തുള്ളൂ. അത് ഒരുപാട് മാറ്റേഴ്സ്. അപ്പോൾ ആ ഒരു റീഡിങ് ഹാബിറ്റിൽ തുടങ്ങി പിന്നെ ഇപ്പോൾ എൻ്റെ അടുത്ത് ഇക്കണോമിക്സിനെ കുറിച്ച് ചോദിച്ചാൽ, അല്ലെങ്കിൽ ബഡ്ജറ്റിനെ കുറിച്ച് ചോദിച്ചാൽ, ഇപ്പോൾ വിജിതയ്ക്ക് അറിയാമെന്നറിയില്ല, റിപ്പോയും റിവേഴ്സ് റിപ്പോയും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ദി ഇക്കണോമിക്സ് ഓഫ് ദാറ്റ്. ആ ഒരു ലാംഗ്വേജ് എനിക്ക് മനസ്സിലാവില്ല. പക്ഷെ ഐ ട്രൈ ടു റീഡ് മോർ ഓൺ ദാറ്റ്. ഇൻ്റർനാഷണൽ പോളിറ്റിക്സ് ഞാൻ കീൻലി ഒബ്സർവ് ചെയ്യുന്ന ഒരാളല്ല. പക്ഷെ ഇപ്പോൾ പാർലമെൻറ്റിലും നമ്മൾ ഇൻവോൾവ് ആയതുകൊണ്ടും ഇന്ത്യ ആസ് എ കൺട്രി നമ്മൾ മെമ്പർ ഓഫ് അസംബ്ലിയിൽ നിന്ന് മെമ്പർ ഓഫ് പാർലമെൻ്റ് ആയി. അപ്പോൾ കൂടുതൽ ഇൻ്റർനാഷണൽ റിലേഷൻസിനെ കുറിച്ചും ഞാൻ പോകുന്ന ഇൻ്റർനാഷണൽ ഡെലിഗേഷൻസിലും ഒക്കെ വെൻ യു സ്പീക്ക് യു നീഡ് ടു നോ മോർ അബൌട്ട് ദാറ്റ്. അപ്പോൾ നമ്മളറിയാം. അപ്പോൾ ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ കുട്ടികളതൊക്കെ അറിയുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പോൾ UPSC എഴുതുന്ന കുട്ടികൾക്കും ഇതൊക്കെ അറിയണ്ടേ? എനിവേ, ഹൈബീനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരു പേഴ്സൺ, പുസ്തകം, അതേപോലെ തന്നെ പൊളിറ്റീഷ്യൻ ആരൊക്കെയാ? പൊളിറ്റീഷ്യൻ എന്ന് പറയുന്ന ഒരാൾ തന്നെ എൻ്റെ ഫാദർ തന്നെയാണ്. ഞാനൊരു എറണാകുളത്തിൻ്റെ കോണ്ടെക്സ്റ്റിൽ നിന്ന് ആണ് തന്നെ പറയുന്നത്. കാരണം ഡാഡി ജനങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നത് വളരെ സ്പെഷ്യലായിട്ടാണ്. അത് എല്ലാ ക്ലാസ് ഓഫ് ആളുകളും ആയിട്ട് ഹി യൂസ് ടു കമ്മ്യൂണിക്കേറ്റ്. എല്ലാ പ്ലാറ്റ്ഫോംസിലും ഹി യൂസ് ടു സ്പീക്ക് ദെയർ ലാംഗ്വേജ്. എല്ലാവർക്കും ആക്സസബിൾ ആയിരുന്നു. ജനങ്ങൾക്ക് അദ്ദേഹത്തോടും അദ്ദേഹത്തിന് ജനങ്ങളോടും വലിയ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. അത് ഒരിക്കലും നമുക്ക് ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റില്ല. ഹീസ് ആൻ ഇൻഡിവിജ്വൽ ഐഡൻറ്റിറ്റി ഉള്ള ഒരാളാണ്. അദ്ദേഹത്തിന് നമുക്ക് ഒരിക്കലും ഇൻഫ്ലുവൻസ് ചെയ്യാനും അല്ലെങ്കിൽ അത് ഇത് ചെയ്യാൻ പറ്റില്ല. ആ ഷൂസിൽ നിൽക്കുക വലിയ ചലഞ്ചിങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ കമ്പാരിസൺ ലെവൽസ് എപ്പോഴും ഫാദറായിട്ടായിരിക്കും. ദാറ്റ് ഈസ് ഓൾസോ എ ചലഞ്ച്. പക്ഷേ ഐഡിയലി ഞാൻ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു സ്റ്റൈൽ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് പൊളിറ്റിക്സിലും പേഴ്സണലിയും ഒരു റോൾ മോഡൽ എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ഫാദറിനെ തന്നെയാണ്. ബുക്ക് എന്ന് പറയുന്നത് കൂടുതലും ഇപ്പോൾ ഇംഗ്ലീഷാണ് വായിക്കുന്നത്. അതിലെനിക്ക് ഒരു ബുക്കുണ്ട്, ഒരു ചെറിയ ബുക്കാണ്. അതിൻ്റെ പേര് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. ചെറിയ ചെറിയ സ്റ്റോറീസ് അല്ല ഇൻസിഡൻസ് ആണ്. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. പക്ഷേ ഇപ്പോൾ പേര് സ്പെസിഫിക്കലി ഒരു ബുക്ക് ചോദിക്കുമ്പോൾ എവ്രിബഡി ലവ്സ് എ ഗുഡ് റോട്ട് എന്ന് പറയുന്നത് ടൈംസ് നൗവിൽ ചീഫായിരുന്ന സായിനാഥിൻ്റെ ഒരു പുസ്തകമാണ്. ഇന്ത്യാസ് മോസ്റ്റ് ബാക്ക്വേർഡ് വില്ലേജസിനെ കുറിച്ച് നടത്തിയിട്ടുള്ളൊരു സർവേയും റിപ്പോർട്ടും അതിനെക്കുറിച്ചിട്ടുള്ള ആന്ധ്രയിലെയും ബീഹാറിലെയൊക്കെ വികസന പ്രോജക്ട്സിനെ കുറിച്ചും അതിൽ നടക്കുന്ന കറപ്ഷനും അതിൽ ഇൻവോൾവ് ചെയ്ത ഒരുപാട് കാര്യങ്ങൾ. വെരി ഇൻട്രസ്റ്റിംഗ് ബുക്ക്. ഒരു യങ് പൊളിറ്റീഷ്യന് വേണ്ട ഗുണങ്ങളായിട്ട് കാണുന്ന എന്തൊക്കെയാണ്, ഈ ക്വാളിറ്റീസ് എന്തൊക്കെ വേണം എന്നാണ് കരുതുന്നത് ഇത്രയും കാലത്തെ എക്സ്പീരിയൻസിൽ? യങ് പൊളിറ്റീഷ്യൻ, ഓൾഡ് പൊളിറ്റീഷ്യൻ എന്ന് പറയുന്നൊരു ബാരിയറോ സെഗ്രിഗേഷനോ വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല. വെൻ യു വർക്ക് amongst the people, first thing is you should be accessible to them. Second thing is you should be transparent with them. Third thing, ഞാൻ നേരത്തെ പറഞ്ഞ നമ്മൾ ചെയ്യുന്ന ജോലി അതൊരു ജോലിയല്ല, ഒരു പാഷനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റണം. നമ്മൾ ജനങ്ങളോട് സിൻസിയർ ആണെങ്കിൽ they will definitely understand that. What is exactly a lawmaker's job? ഒരു പാർലമെൻറ്റ് മെമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇന്ത്യൻ പാർലമെൻറ്റിൽ നിയമം നിർമ്മിക്കുക എന്നുള്ളതാണ്. വി മേക്ക് ലോസ് ഫോർ ദ കൺട്രി. അതാണോ ജോലി, അതാണോ നമ്മൾ തിരഞ്ഞെടുത്തതെന്ന് ചോദിച്ചാൽ അതല്ല. അതല്ലാതെ ജനങ്ങൾ നമ്മളിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അവരിലേക്ക് റീച്ച് ഔട്ട് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, MP ഫണ്ട് എല്ലാ MP മാർക്കും ചിലവഴിക്കാൻ പറ്റും. ലോ മേക്കിംഗ് പ്രോസസ്സിൽ ഭാഗമാകാൻ പറ്റും. ഇഫ് യുവർ സെക്രട്ടറി ഈസ് ഗുഡ്, യു ക്യാൻ ഡു എ ഗുഡ് ജോബ്. പക്ഷേ എൻ്റെ പ്രോജക്ട്സ് ഐ ഓൾവേസ് ട്രൈ ടു മേക്ക് ഇറ്റ് ഡിഫറെൻറ്റ്. അതൊരു എൻ്റെ റീച്ച് ഔട്ട് പ്രോഗ്രാംസ്, എൻ്റെ കപ്പ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന പ്രോജക്റ്റ് വേൾഡ്സ് ബിഗസ്റ്റ് മെൻസ്ട്രൽ ഹൈജീൻ ഡ്രൈവ് ആയിരുന്നു. എൻ്റെ സൂപ്പർ സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പ്സ് ആൻഡ് ദി ഫോളോ അപ്പ് ട്രീറ്റ്മെൻറ്റ്സ്. സോ നൗ വി ഹവ് ലോഞ്ച്ഡ് എ ക്യാമ്പയിൻ കോൾഡ് കേക്കു. മെൻ്റൽ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ളൊരു ക്യാമ്പയിനാണ്. മെൻ്റൽ ഹെൽത്തിൻ്റെ കാര്യം വരുമ്പോൾ നമ്മൾക്കിപ്പോഴും ഒരു സ്റ്റിഗ്മ ഉണ്ട്. ഒരു ഡോക്ടറെ കാണുക, ഒരു സൈക്കോളജിസ്റ്റിനെ കാണുക, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കുക എന്ന് പറയുന്നത് ഈവൻ നൗ ഇറ്റ്സ് എ സ്റ്റിഗ്മ. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് പദ്ധതികൾ, ഡ്രഗ് ഇസ് എ മേജർ ഇഷ്യൂ. ജനങ്ങളിലേക്ക് കൂടുതൽ എത്തിച്ചേരുന്ന, സംടൈംസ് പല ആളുകളും പറയാൻ ആഗ്രഹിക്കുന്ന എന്നാൽ പല കാരണങ്ങളാൽ പറയാൻ പറ്റാത്ത വിഷയങ്ങൾ, അത് ജനങ്ങളുടെ മുമ്പിൽ ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ അവതരിപ്പിച്ച് ആ ക്യാമ്പയിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ പീപ്പിൾ ഗെറ്റ് എ ലോട്ട് ഓഫ് കോൺഫിഡൻസ് ഇൻ ദാറ്റ്. ഈ മെൻസ്ട്രൽ ഹൈജീൻ ഐ മെയ്ഡ് ഇറ്റ് എ പോയിന്റ് ദറ്റ് അതിനെതിരെ സംസാരിക്കുന്നത് ഒരു ഔട്ട് ഓഫ് ഫാഷൻ ആണെന്നുള്ള രീതിയിലേക്ക് നമ്മുടെ ക്യാമ്പയിൻ കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ വിജയം. അത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോജക്ട്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അങ്ങനെ ജനങ്ങളുമായിട്ട് ഇൻവോൾവ് ചെയ്യുക എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഒരുപാട് യങ്സ്റ്റേഴ്സിന്, അതായത് പൊളിറ്റിക്സിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഹൈബിക്കൊക്കെ ഒരുപാട് സാധിച്ചിട്ടുണ്ട്. സോ ഇങ്ങനെ പൊളിറ്റിക്സിലേക്ക് വരുന്ന യങ്സ്റ്റേഴ്സിൻ്റെ അടുത്തൊക്കെ പറയാനായിട്ടൊരു അഡ്വൈസ്, അല്ലെങ്കിൽ അങ്ങനെ പറയുകയാണെങ്കിൽ എന്തൊക്കെ പോയിന്റ്സ് പറയാനുണ്ടായിരിക്കും? ഞാൻ പറയുന്നത് കൂടുതൽ യങ് പീപ്പിൾ ഷുഡ് കം ടു പൊളിറ്റിക്സ്. വൈ? കാരണം പല ആളുകളും പൊളിറ്റിക്സ് കറപ്റ്റഡ് ആണ്, പൊളിറ്റീഷ്യൻസ് കറപ്റ്റഡ് ആണെന്നൊക്കെ പറയുമ്പോൾ റാദർ ദൻ വാച്ചിങ് ദ ഗെയിം ഇൻ ദ ഗാലറി, കളി പുറത്തുനിന്ന് കാണാതെ അവിടെ വന്ന് അതിൻ്റെ ഒരു പാർട്ടായാൽ യു ക്യാൻ മേക്ക് എ ഡിഫറൻസ്. ഇപ്പോൾ നമ്മൾ റാദർ ദൻ ഗിവിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് ക്രിട്ടിസൈസിങ് ദാറ്റ്, ഇഫ് യു ആർ പാർട്ട് ഓഫ് ദ സിസ്റ്റം, ജനങ്ങൾക്ക് ചെറുപ്പക്കാരിൽ വലിയ കോൺഫിഡൻസ് ആണ്, വലിയ പ്രതീക്ഷയാണ്. അപ്പോൾ അവർക്ക് കുറേ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് അവർ വിശ്വസിക്കുന്നു. ഞാനെപ്പോഴും ഐ ട്രൈ ടു കോണ്ടാക്ട് ആൻഡ് കീപ്പ് ഇൻ ടച്ച് വിത്ത് യങ് പീപ്പിൾ. ഞങ്ങൾ സ്കൂൾസിലും കോളേജസിലും പോകുന്നത് അവരുടെ ഭാഷ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അവരുടെ പേഴ്സ്പെക്റ്റീവ്, അവരുടെ ഇഷ്ടങ്ങളെല്ലാം ഡിഫറെൻ്റാണ്. സിനിമ ഒരു വലിയ മാധ്യമമല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് സിനിമ. അപ്പോൾ സിനിമ എന്ന മാധ്യമം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ you can see the change of culture and language and the influence it is creating. അപ്പോൾ അത് മനസ്സിലാക്കണമെങ്കിൽ, അത് ജനങ്ങളുടെ ഇടയിൽ എത്തിക്കണമെങ്കിൽ, ഒരു ലോ മേക്കറിൻ്റെ ഒരു ലോ ഉണ്ടാക്കുമ്പോൾ ഒരു പേഴ്സ്പെക്റ്റീവ്, യങ് പീപ്പിളിൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവ് വേണമെന്നുണ്ടെങ്കിൽ വി ഷുഡ് ഇൻട്രാക്ട് വിത്ത് ദം. സോ മോർ യങ് പീപ്പിൾ, ഇറസ്പെക്റ്റീവ് ഓഫ് ദെയർ ഐഡിയോളജീസ്, അത് ഏത് ഐഡിയോളജിക്കൽ ബാക്ക്ഗ്രൗണ്ടുള്ള പാർട്ടിയാണെങ്കിലും അതിൻ്റെ MLA MP പഞ്ചായത്ത് മെമ്പർ എന്നുള്ളതല്ല, അല്ലാതെ ഓർഗനൈസേഷണൽ പൊസിഷൻസിലേക്കും യങ് പീപ്പിൾ വരണം എന്നാണ് എൻ്റെ ആഗ്രഹം. കടന്നു വരും തന്നെയാണ് പറയണത് അല്ലേ? അടിച്ചു കയറി വാ. അപ്പോൾ പാർലമെന്റ് ഉള്ള ഒരു ദിവസം എങ്ങനെയൊക്കെയാണ് ഹൈബിയുടെ ഒരു ലൈഫ്, എങ്ങനെയാണ് കേൾക്കട്ടെ? പാർലമെന്റ് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഇൻട്രസ്റ്റിംഗ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ MLA ആയിരുന്നപ്പോൾ 8:30 മണിക്ക് അസംബ്ലി തുടങ്ങാറ്. ഇത് 11 മണിക്ക് തുടങ്ങുള്ളൂ. അവിടുത്തെ ക്ലൈമറ്റ് ഇഷ്യൂസും ഉണ്ട്. ഇപ്പോൾ വിൻ്റർ സെഷൻ ആണെങ്കിൽ ഇറ്റ് വിൽ ബി ഫ്രീസിങ് കോൾഡ്, ഭയങ്കര തണുപ്പായിരിക്കും. അപ്പോൾ ഡൽഹി, എനിക്ക് കുറച്ചും കൂടി ഉറങ്ങാൻ പറ്റുന്ന സ്ഥലം ഡൽഹിയിലാണ്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഞാൻ ഒരു 6:30, 7 ആകുമ്പോഴേക്കും ആളുകളെ കണ്ടു തുടങ്ങും. രാവിലെ ആളുകൾ വരും. 7 മണി മുതൽ ആളുകൾ എന്തായാലും കാണും. 9-9:30 വരെ ഞാൻ ആളുകളെ കാണും. അത് കഴിഞ്ഞ് പ്രോഗ്രാംസ് ആയിട്ട് പോകും. ഓഫീസിൽ ഞാൻ ഇടയ്ക്ക് വരും, അല്ലെങ്കിൽ മൈ ഓഫീസ് ഒരു റെഗുലർ പാറ്റേണിലുള്ള ഓഫീസ് വർക്ക് ചെയ്യും. ഇവിടെ നിന്ന് ലെറ്റേഴ്സും ആവശ്യമുള്ള ആൾക്കാർക്കൊക്കെ അങ്ങോട്ട് പോകാം. ഡൽഹിയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ നമുക്ക് പാർലമെൻറ്റിൽ പോയാൽ മതി. അതിന് മുമ്പ് അതിൻ്റെ പ്രിപ്പറേഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ രാവിലെ എഴുന്നേറ്റിട്ട് അത് ചെയ്യുക, പാർലമെൻറ്റിൽ പോവുക. പാർലമെൻറ്റിൽ പോയാൽ പിന്നെ ഇറ്റ് ഡിപ്പെൻസ്, ചിലപ്പോൾ നേരത്തെ കഴിയും, ചിലപ്പോൾ രാത്രി 12 മണിയായാലും ചിലപ്പോൾ കഴിയില്ല. ഇറ്റ് ഡിപ്പെൻസ്. പക്ഷേ കുറേ കൂടി
എന്താ പറയുക, പ്രോഗ്രാംസ് ഇല്ലല്ലോ. നമ്മൾക്ക് ഇന്ന ടൈമിൽ നിന്ന് ഇങ്ങനെ ഇവിടെ എത്തണം എന്നില്ല. നമുക്ക് പോയിട്ട് മിനിസ്റ്റേഴ്സിനെ കാണേണ്ട സ്ഥലങ്ങളിൽ മിനിസ്റ്റേഴ്സിനെ കാണാം, അപ്പോയിൻമെൻറ്റ്സ് എടുക്കേണ്ട സ്ഥലത്ത് അപ്പോയിൻമെൻറ്റ്സ് എടുക്കുക, നമ്മളുടെ ഓഫീസ് റിലേറ്റഡ് ആയിട്ടുള്ള വേറെ കോൺസ്റ്റിറ്റ്യുവൻസി റിലേറ്റഡ് ആയിട്ടുള്ള ഓഫീസസിൽ പോവുക. അപ്പോൾ കുറേ കൂടി വർക്ക് കൾച്ചർ ആണ് അവിടെ. പിന്നെ പാർലമെന്റ് പ്രൊസീഡിങ്സിൽ ഞാൻ ഫുൾ പങ്കെടുക്കാറുണ്ട് പരമാവധി. അവിടുത്തെ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച്, പാർലമെന്റിലെ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച്? എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. ഫുഡ് അടിക്കാനൊക്കെ പോകാറുണ്ട്? ഓ പിന്നെ ഞാൻ എല്ലാ ഇന്ത്യൻ സ്റ്റേറ്റ്സിലെയും ഭക്ഷണം എനിക്ക് കിട്ടും. കാരണം ഞാൻ നന്നായി ഭക്ഷണം ആസ്വദിക്കുന്ന ഒരാളാണ്. അപ്പം എൻ്റെ ഏറ്റവും കൂടുതൽ ഫ്രണ്ട്സ് ഉള്ളത്, ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നതും ആന്ധ്ര, തെലങ്കാന ഫ്രണ്ട്സാണ്. ഭയങ്കര സ്പൈസി, നല്ല ബിരിയാണി, നല്ല മട്ടൻ കറി. അവിടെ അധികം ബീഫില്ല, അവിടെ കൂടുതലും മട്ടനും ചിക്കനും ഒക്കെയാണുള്ളത്. പിന്നെ ഹൈദരാബാദി ബിരിയാണി. അപ്പോൾ എൻ്റെ ഒരുപാട്, ഞാൻ 19 MP ആയപ്പോൾ തന്നെ എൻ്റെ പ്രായമുള്ള കുറച്ച് MP മാർ ആന്ധ്രയിൽ നിന്നായിരുന്നു. അപ്പോൾ അവരായിട്ടായിരുന്നു കൂടുതൽ എനിക്ക് അടുപ്പം. കൃഷ്ണ എന്ന് പറഞ്ഞിട്ട്, ഇപ്പോൾ അന്ന് YSRCPയിലായിരുന്നു പുള്ളി, ഇപ്പോൾ TDPയുടെ ഫ്ലോർ ലീഡറാണ്, സീനിയർ MP ആയി. സെക്കൻഡ് ടൈം MP ആണ്, എൻ്റെ അതേ പ്രായമാണ്. പക്ഷേ ഈസ് എ വെരി പവർഫുൾ MP നൗ ഓഫ് TDP. അവരാണല്ലോ ഇപ്പോൾ ആന്ധ്ര ഭരിക്കുന്നത്. അപ്പോൾ അതിലൊരു MP ആണ്. അയാളൊരു ബിസിനസ് മാൻ, ഒരു അവിടുത്തെ ഒരു ഏറ്റവും വലിയ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുന്ന ഒരാളാണ്. ശ്രീകൃഷ്ണ ലാവു എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇപ്പോഴത്തെ സിവിൽ ഏവിയേഷൻ മിനിസ്റ്റർ റാംമോഹൻ നായിഡു ഈസ് അനദർ ഗുഡ് ഫ്രണ്ട്, അഗൈൻ ഫ്രം TDP. പിന്നെ ഞങ്ങൾ ഒരുമിച്ച് MP മാരായിരുന്ന ആളാണ് രേവന്ത് റെഡ്ഡി, ഇപ്പോൾ തെലങ്കാന ചീഫ് മിനിസ്റ്ററാണ്. അപ്പോൾ അദ്ദേഹം ഡൽഹിയിൽ വരുമ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കാനോ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ലഞ്ചിനൊക്കെ വിളിക്കാറുണ്ട്. പിന്നെ തമിഴ്നാട്ടിലെ ഒരുപാട് പേരുണ്ട്, കനിമൊഴി. അവർ നല്ല ദോശയും നല്ല പനിയാരവും കുഴിപ്പനിയാരവും നല്ല വടയും നല്ല സാമ്പാറും നല്ല ഫിൽട്ടർ കോഫിയൊക്കെ തരും. അപ്പോൾ അങ്ങനെ അവിടെ ഒരു കൾച്ചർ എന്ന് പറയുന്നത് എല്ലാ പാർട്ടിയിലുള്ള ആളുകളും ഡിന്നർ ലഞ്ച് ഒക്കെ ഹോസ്റ്റ് ചെയ്യാറുണ്ട്. അവിടെ എല്ലാം നമ്മൾ പോയി കഴിക്കാറുണ്ട്. ഒരു MP എന്നുള്ള നിലയ്ക്ക് നീ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ഒരു 5 കാര്യങ്ങളെ കുറിച്ച് ചോദിച്ചാൽ എന്തൊക്കെ പറയും? ഒരു MPയുടെ റെസ്പോൺസിബിലിറ്റിയിൽ പ്രധാനമായിട്ടും വരുന്നതാണ്, ഒഴിഞ്ഞുകൂടാൻ പറ്റാത്തതാണ് നാഷണൽ ഹൈവേയും റെയിൽവേയും. അപ്പോൾ റെയിൽവേ ഇൻഫ്രാസ്ട്രക്ചറും നാഷണൽ ഹൈവേ ഇൻഫ്രാസ്ട്രക്ചറും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫോർ എ സിറ്റി ലൈക്ക് കൊച്ചിൻ. അതിൽ നാഷണൽ ഹൈവേ 66 കാസർഗോഡ് നിന്ന് ട്രിവാൻഡ്രം പോകുന്ന ഒരു പ്രോജക്റ്റാണ്. അത് നമ്മുടെ എടപ്പള്ളി ജംഗ്ഷൻ വരുമ്പോൾ ഒന്ന് സ്റ്റക്ക് ആവുന്നുണ്ട്. കാരണം അവിടെ നിന്ന് 45 മീറ്റേഴ്സ് ഇല്ല. ഇനി ലാൻഡ് അക്വിസിഷൻ്റെ ഒരു ഹെർക്കൂലിയൻ ടാസ്ക്കാണ്. അപ്പോൾ ദ ഓൺലി പോസിബിലിറ്റി ഈസ് നമുക്കൊരു എലിവേറ്റഡ് ഹൈവേ ഫ്രം എടപ്പള്ളി ടു അരൂർ. ദാറ്റ് പ്രോജക്റ്റ് ഇസ് അണ്ടർ കൺസിഡറേഷൻ. നെട്ടൂരിൽ നിന്ന് നമ്മുടെ വില്ലിംഗ്ടൺ ഐലൻഡിലേക്ക് കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിൻ്റെ ആസ്ഥാനത്തേക്ക് ഒരു പുതിയ ഹൈവേ വരുന്നുണ്ട്. അപ്പോൾ അവിടെ നെട്ടൂർ ഒരു വലിയ ജംഗ്ഷനായിട്ട് ഡെവലപ്പ് ചെയ്യും. അവിടെ നിന്ന് പുതിയ റോഡ് ബ്രിഡ്ജ് കണക്ടിവിറ്റി നമ്മുടെ വില്ലിംഗ്ടൺ ഐലൻഡിലേക്ക് വരുന്നുണ്ട്. ദാറ്റ് ഈസ് എ മേജർ പ്രോജക്റ്റ്, എഗൈൻ എ ഹൈവേ. അങ്കമാലി കുണ്ടന്നൂർ പാരലൽ ബൈപ്പാസ് ഞങ്ങളൊരു കൊച്ചി എക്സ്പ്രസ് വേ എന്നതിന് പേരിടണം എന്നാണ് ആലോചിക്കുന്നത്. അതൊരു നമ്മുടെ നിലവിലെ ബൈപ്പാസിന് സമാന്തരമായിട്ട് എടപ്പള്ളി ജംഗ്ഷൻ വരാതെ നമുക്ക് ഓൾട്ടർനേറ്റീവായിട്ട് കുണ്ടന്നൂർ വരെ എത്താം. അങ്കമാലി വലിയൊരു ട്രാഫിക് ബ്ലോക്ക്, അതും വളരെ സീരിയസ് ആയിട്ട് അതിൻ്റെ അലൈൻമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എറണാകുളമായിട്ട് ഡയറക്റ്റ് റിലേറ്റഡ് അല്ലെങ്കിൽ പോലും കൊച്ചി തേനി ബൈപ്പാസ്, ഇത്രയും പ്രോജക്ട്സ് നാഷണൽ ഹൈവേയുടെ നന്നായി നടക്കുന്നുണ്ട്. മറ്റ് പ്രവർത്തനങ്ങൾ, അതിൻ്റെ ബ്യൂട്ടിഫിക്കേഷൻ പ്രോജക്ട്സ്, ഇപ്പോൾ കണ്ടെയ്നർ ടെർമിനൽ റോഡ് ഒരു വാക്ക് വേ ആയിട്ട് ഡെവലപ്പ് ചെയ്യാൻ നമ്മളൊരു പ്രപ്പോസൽ കൊടുത്തിട്ടുണ്ട്. അത് എൻറ്റയർ സ്ട്രെച്ച് നമ്മുടെ കടമക്കുടി മുളവുകാട് ഏരിയ ഒക്കെ ബ്യൂട്ടിഫുൾ വാട്ടർ വേസ് ആണ് നമുക്കുള്ള ബാക്ക് വാട്ടേഴ്സ്. അപ്പോൾ അതൊന്ന് ഡെവലപ്പ് ചെയ്യുക. ഇതൊക്കെ ഇതാണ്. റെയിൽവേ നമുക്ക് എപ്പോഴും പരാതിയും ഒരിക്കലും തീരാത്ത പരാതികളുള്ള സ്ഥലമാണ്. തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷൻ, ഇപ്പം മെട്രോ നല്ല റെയിൽവേ സ്റ്റേഷൻ അവിടെ പണിതിരിക്കുന്നത്. പക്ഷേ തൃപ്പൂണിത്തുറയിൽ ഇനിയും കൂടുതൽ ട്രെയിൻസും സൗകര്യങ്ങളും വരണം. കാരണം അതൊരു സാറ്റലൈറ്റ് റെയിൽവേ സ്റ്റേഷൻ പോലെ കിഴക്കൻ മേഖലയിൽ നിന്ന് മൂവാറ്റുപുഴയിൽ നിന്ന് മുതൽ വരുന്ന ആളുകൾക്ക് ഏറ്റവും എളുപ്പത്തിൽ ട്രെയിൻ കയറാൻ പറ്റുന്ന സ്ഥലമാണ് തൃപ്പൂണിത്തുറ. എറണാകുളം നോർത്ത് സൗത്ത് വലിയ പ്രോജക്റ്റാണ്. 400 crore-ൻ്റെയും 300 crore-ൻ്റെയും റെയിൽവേ വികസനമാണ് നടക്കുന്നത്. പക്ഷേ ഇനിയും നമ്മൾ കുറേ കാര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എൻ്റെ ഒരു ഡ്രീം പ്രോജക്റ്റാണ് നമ്മുടെ പൊന്നുരുന്തിയിൽ 100 ഏക്കർ ഭൂമിയുണ്ട് റെയിൽവേക്ക്. അവിടെ ഒരു സെൻട്രൽ റെയിൽവേ ടെർമിനലായിട്ട് ഡെവലപ്പ് ചെയ്യണം എന്നുള്ളൊരു
വലിയൊരു ആഗ്രഹമുണ്ട്. അതിന് ഞങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് മേജർ കാര്യങ്ങൾ. ഇനിയും കുറേ കാര്യങ്ങൾ റെയിൽവേ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു ഇൻഫ്രാസ്ട്രക്ചറിന് പ്രാമുഖ്യം കൊടുക്കുന്ന പോലെ തന്നെ നമ്മളുടെ ഹെൽത്ത് കെയർ, ഇപ്പോൾ ESI ഹോസ്പിറ്റൽസ് നമുക്ക് പ്രധാനമായിട്ടും നോർത്തിലുണ്ട്, പാതാളം ഏലൂരുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു പുതിയൊരു ഹോസ്പിറ്റൽ ഈ റിട്ടയർഡ് ആയിട്ടുള്ള ആളുകൾക്ക് ESI ബെനിഫിറ്റ്സ് കിട്ടുന്നതിനൊരു സ്ഥലം ഗാന്ധിനഗർ ഒരു ആശുപത്രി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം കൂടുതൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. ബൈ ആൻഡ് ലാർജ് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷനിൽ കൂടുതൽ ഫോക്കസ് ചെയ്യണം എന്നുണ്ട്. മെട്രോ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് എത്തണം എന്നാഗ്രഹമുണ്ട്. പിന്നെ urban ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള പ്രോജക്ട്സിൽ കൊച്ചി ഹാസ് എ മേജർ റോൾ. അതിൻ്റെ എല്ലാം പ്രോജക്ട്സ് ചെയ്യണം. ഓക്കെ, ഗുഡ്, വെരി ഗുഡ്. നമ്മൾ കേരളം ഭരിച്ച നമ്മുടെ നാടുവാഴി മഹാബലി തമ്പുരാൻ്റെ ഓർമ്മയ്ക്കാണ് എല്ലാ വർഷവും ഓണം സെലിബ്രേറ്റ് ചെയ്യണത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഭരണ രീതിയെക്കുറിച്ചൊക്കെ നമ്മളിങ്ങനെ കേട്ടിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിൽ നിന്നൊരു കാര്യം എടുക്കുകയാണെങ്കിൽ മഹാബലി തമ്പുരാനിൽ നിന്ന് എന്തായിരിക്കും ഹൈബി എടുക്കുന്ന ഒരു പോയിന്റ്? കേട്ടിട്ടുള്ളതും ശീലിച്ചിട്ടുള്ളതും മനുഷ്യരെല്ലാവരും ഒന്നുപോലെ വസിക്കുന്ന ഒരു കാലത്തെക്കുറിച്ചിട്ടാണ്. എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ മതങ്ങളുടെ പേരിലും അനാവശ്യമായ പല കാര്യങ്ങളുടെ പേരിലും വിഭജനം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ എൻ്റെ ഒരു ഡ്രീം എന്ന് പറയുന്നത്, ഇപ്പോൾ മാവേലി എല്ലാവരെയും സന്തോഷിപ്പിക്കുന്നത് ഇതിനേക്കാൾ കൂടുതൽ എല്ലാവരും സമാധാനത്തോടു കൂടി സൗഹൃദത്തോടു കൂടി ജീവിക്കുന്ന ഒരു അന്തരീക്ഷം, മതത്തിൻ്റെയും ജാതിയുടെയും ഒന്നും വേലിക്കെട്ടുകളില്ലാതെ. കാരണം എനിക്ക് തോന്നുന്നു നമ്മൾ കൂടുതൽ എഡ്യൂക്കേറ്റഡ് ആകുമ്പോഴും കൂടുതൽ കൺഫൈൻഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുക നമ്മളിലേക്ക്. നമ്മുടെ കുടുംബം, നമ്മുടെ കുട്ടികൾ, നമ്മുടെ ആവശ്യങ്ങളിലേക്ക് മാത്രം ചുരുങ്ങുകയാണ്. അപ്പോൾ അതല്ലാതെ നമ്മൾക്ക് ഇഫ് വി ക്യാൻ ഹെൽപ്പ് സംബഡി എൽസ്, നമ്മുടെ കൂടെയുള്ള ഒരാളെ സഹായിക്കാൻ സാധിക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ ഒന്നും അതിർവരമ്പുകളില്ലാതെ എല്ലാവരും മനുഷ്യരെ പോലെ ഒരുമിച്ച് ജീവിക്കുന്ന, ഇപ്പോൾ മനുഷ്യരെന്ന് മാത്രം പറഞ്ഞാൽ പോരെ ഈ കാലഘട്ടത്തിൽ, പരിസ്ഥിതിയും പ്രകൃതിയും നമ്മുടെ ജീവജാലങ്ങളെല്ലാവരും, പെറ്റ്സിനോടുള്ള ക്രൂവൽറ്റി, പെറ്റ്സ് ഫ്രണ്ട്ലി ആയി കൊച്ചി ഭയങ്കരമായിട്ട് മാറി. അപ്പോൾ അതെല്ലാം കൂടുതൽ ഒരു മെച്ചുവേർഡ് സൊസൈറ്റിയിൽ എല്ലാവരും ഒരുപോലെ ജീവിക്കുന്ന, ഒരു അതിർവരമ്പുകളില്ലാതെ എല്ലാവരും പരസ്പരം സ്നേഹിക്കാൻ കഴിയുന്ന ഒരു ദിവസവും ഒരു സമയവും ഒരു കാലവും ആവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്, ആശംസിക്കുകയാണ്. ഓക്കെ, ഒരു പൂക്കളം ഒരുക്കുന്ന കാര്യം നേരത്തെ പറഞ്ഞല്ലോ. അപ്പം ഒരു പൂക്കളം ഹൈബി ഒരുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ അതിൽ ഹൈബിയുടെ ഒരു കൈ പോകുന്ന ഏത് പൂവിലായിരിക്കും? ഏറ്റവും ഇഷ്ടം ഏതാണ്? പൂക്കളത്തിൽ ഇടാൻ പറ്റിയ പൂവല്ല എനിക്ക് ഏറ്റവും ഇഷ്ടം. എനിക്ക് സുഗന്ധം കൊണ്ടും എല്ലാം എനിക്കിഷ്ടം ചെമ്പകമാണ്. ചെമ്പകപ്പൂ. ഈ ഓണക്കാലത്ത് ചെമ്പകപ്പൂ ഭയങ്കര കുറവാന്ന് തോന്നുന്നു അല്ലേ? ഓണക്കാലത്ത് ചെമ്പകപ്പൂവില്ല. എൻ്റെ വീട്ടിലൊരു പാലയുണ്ട്. പാല പൂക്കുമ്പോൾ കാണാനും വളരെ ബ്യൂട്ടിഫുൾ ആണ്. അതിൻ്റെ സ്മെല്ലും ഭയങ്കര എന്താ പറയുക, നമ്മളൊരു വല്ലാതെ അട്രാക്ട് ചെയ്യുന്നൊരു സ്മെല്ലാണ്. അത് മുഴുവൻ പാല പൂത്ത് നിൽക്കുമ്പോൾ. ചെമ്പകവും അതുപോലെ തന്നെ. ചെമ്പകം പല ടൈപ്പിലുണ്ട്. പക്ഷെ ഞാൻ പറയില്ല, ഇതൊന്നും പൂക്കളത്തിന് ഉപയോഗിക്കുന്ന പൂക്കളല്ല. പൂക്കളം കോമ്പറ്റീഷൻ ജയിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പൂ തന്നെയാണ് ഇടുന്നതെന്നുള്ള സംശയമുണ്ട് പല സ്ഥലത്ത്. അപ്പോൾ ഞാൻ അങ്ങനെ പൂക്കളത്തിൽ വെക്കാൻ പറ്റിയൊരു പൂവല്ല. ഞാൻ ഈ പറഞ്ഞ പൂക്കളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. പാലപ്പൂവും അതുപോലെ ചെമ്പകം. അടിപൊളി. ഹൈബി ഒരു സദ്യ ഒരുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ പൊളിറ്റീഷ്യൻസിനെ ഇൻവൈറ്റ് ചെയ്യും? സദ്യ ഒരുക്കാനോ? ഭക്ഷണം കഴിക്കാൻ ഞാൻ എല്ലാവരും വിളിക്കും. ഭക്ഷണത്തിന് നമ്മൾ ഒരു ബാരിയറും ഇല്ല. പ്രത്യേകിച്ച് ഇപ്പോൾ നോൺ വെജ് കഴിക്കുമ്പോഴാണ് പല ആളുകൾക്കും ഓപ്ഷൻസ് ഉള്ളത്. ബീഫ് കഴിക്കാത്ത ആൾക്കാരുണ്ടാവും, പോർക്ക് കഴിക്കാത്ത ആൾക്കാരുണ്ടാവും, ചിക്കൻ കഴിക്കാത്ത ആൾക്കാരുണ്ടാവും. പക്ഷെ സദ്യ എല്ലാവരും കഴിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വിളിക്കും. എന്തായാലും വിജിതയും വിളിക്കാം. ഞാൻ വരും. ക്ലോസ് ആയിട്ടുള്ള ഒരു പൊളിറ്റീഷ്യൻ. ഞാൻ സദ്യയിൽ നോക്കുന്നത് അതല്ല. ഞാൻ സദ്യയിൽ അതിനേക്കാൾ കൂടുതൽ നോക്കുന്നത് പായസം ഏതാന്നുള്ളതാണ്. എൻ്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത് പഴപ്രഥമനാണ്. അപ്പോൾ പഴപ്രഥമൻ ഉണ്ടാവണം എന്നുള്ള മാത്രമേ ഒരു നിർബന്ധമുള്ളൂ. ഞാൻ സദ്യ വിളമ്പുമ്പോൾ എല്ലാവരും വിളിക്കും. അതുപോലെ സിനിമ വളരെ ഇഷ്ടം നേരത്തെ പറഞ്ഞു. എങ്ങനെയാണ് ഒരു സിനിമ കണക്ഷൻ? എങ്ങനെ കാണാൻ സാധിക്കാറുണ്ടോ? തിയേറ്ററിൽ പോകാറുണ്ടോ? ഞാൻ എല്ലാ നല്ല സിനിമകളും ഇപ്പോൾ റിവ്യൂ വരുന്നതുകൊണ്ട് അത്യാവശ്യം നല്ല സിനിമയാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഞാനൊരു 10:30 മണിയൊക്കെ ആകുമ്പോൾ രാത്രി ഏതെങ്കിലും മൾട്ടിപ്ലക്സിൽ ഞങ്ങൾ പോയി കാണും. ഭക്ഷണം അതിൻ്റെ ഇടയ്ക്ക് കിട്ടാവുന്ന ഭക്ഷണവും പോപ്കോണും എല്ലാം കഴിക്കും. ഇപ്പോൾ ഒരു കൊച്ചി ഒരു കോടമ്പക്കമാണല്ലോ പഴയ. എല്ലാവരും ഇവിടെയാണ് സെറ്റിൽഡ്. അപ്പോൾ എല്ലാവരുമായിട്ട് നല്ല സൗഹൃദമുണ്ട്. എനിക്ക്
കാണാൻ പറ്റുന്ന എല്ലാ സിനിമകളും. മഹാരാജ കണ്ടു. സിനിമയിൽ എപ്പോഴും അഭിനയിക്കണം എന്നൊക്കെ ഉള്ള മോഹം ഉണ്ടായിരുന്നു? അയ്യോ, സിനിമയിൽ അഭിനയിക്കാൻ എനിക്ക് ഒരുപാട് എൻ്റെ ഫ്രണ്ട്സ് പറയാറുണ്ട്. ഉറപ്പായിട്ടും 2-3 പേര് വളരെ സീരിയസ് ആയിട്ട്. എൻ്റെ ഏറ്റവും നല്ല സുഹൃത്താണ് ജൂഡ് ആൻ്റണി. ജൂഡ് ആൻ്റണി എൻ്റെ പുറകെ ഒരു ആവശ്യത്തിന് വേണ്ടി വന്ന് എന്നിട്ട് ഞാൻ ജൂഡിനെ വിഷമിപ്പിച്ചു വിടേണ്ടി വന്നു. ഇല്ല, ഇറ്റ്സ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ. ഞാൻ വളരെ ബോറായിട്ട്, ക്യാമറയ്ക്ക് പോലും ബോറായിട്ട് പോസ് ചെയ്യുന്ന ഒരാളാണ്. എൻ്റെ അല്ലാതെ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല പിക്ചേഴ്സ് കിട്ടും, നല്ല ഭാവങ്ങൾ കിട്ടും. പക്ഷെ ഐ കാൻ ഫേസ് എ ക്യാമറ. എനിക്കുള്ള ജനസ്വാധീനം മുഴുവൻ നിങ്ങളൊരു സിനിമ എടുത്ത് കളയാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് വിജിതയെ ആരോ വളരെ ബോധപൂർവം ഇവിടെ വിട്ടിരിക്കാം. അതുകൊണ്ട് ഐ വോണ്ട് ഫോൾ ഫോർ ദാറ്റ്. നന്നായി ആസ്വദിക്കും അല്ലേ? അല്ല, എനിക്ക് സിനിമ ഇഷ്ടമാണ്, പാട്ടുകൾ ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും നല്ല പഴയ ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളമാണ് കൂടുതൽ, പിന്നെ ഹിന്ദി, പിന്നെ തമിഴ്, എല്ലാ പാട്ടുകളും എനിക്ക് അവധി രാത്രി സമയങ്ങളിൽ, യാത്രാ സമയങ്ങളിൽ കേൾക്കാൻ പറ്റുന്ന എല്ലാ പാട്ടുകളും, പഴയ പാട്ടുകൾ, നല്ല നല്ല പാട്ടുകൾ ആസ്വദിക്കും. സിനിമ എപ്പോൾ കിട്ടിയാലും കാണും. ചിലത് വളരെ ബോറൻ സിനിമകളാണെങ്കിൽ പോലും ഞാൻ ചിലപ്പോൾ കാണും. ഈ സിനിമയാണ് ഇഷ്ടമാണ്. അതുപോലെ എടുത്ത് ചോദിക്കേണ്ട ഒരു കാര്യം ടൈം മാനേജ്മെന്റ്. ഇപ്പോൾ ഒരു MLA ആയിരുന്നിരുന്നപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടിയും, അതായത് ഒരു കല്യാണം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നാട്ടിൽ കാതൂത്തുണ്ടെങ്കിൽ എല്ലാത്തിനും പോകേണ്ട, അറ്റൻഡ് ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടാവുമല്ലോ. ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെ. അപ്പം എങ്ങനെ ഇത് എല്ലായിടത്തും എത്തണത്, എങ്ങനെ ഇത് മാനേജ് ചെയ്യണം? ഒരു MP എന്ന് പറഞ്ഞാൽ എല്ലാവരും എല്ലായിടത്തും എത്തിച്ചേരാൻ സാധിക്കില്ല. എല്ലാ കല്യാണങ്ങൾക്കും മരണങ്ങൾക്കും ഒന്നും എത്തിച്ചേരാൻ സാധിക്കില്ല. പക്ഷേ എന്നാലും പ്രധാനപ്പെട്ട ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളിലും പ്രധാനപ്പെട്ട പ്രോഗ്രാംസിനും ഒക്കെ ഞാൻ എത്തിച്ചേരാൻ ശ്രമിക്കുന്നുണ്ട്. ടൈം മാനേജ്മെൻറ്റ് ഞാൻ ലേറ്റ് ആവാൻ ഇഷ്ടപ്പെടുന്ന ഒരാളല്ല. ഞാനിപ്പോൾ വിജിതയുടെ അടുത്ത് 3 മണിയല്ലേ സമയം പറഞ്ഞു, ഞാനൊരു 2:50 കഴിഞ്ഞപ്പോൾ ഇവിടെ എത്തി. അപ്പോൾ ഞാൻ പരമാവധി സമയം മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അതുകൊണ്ട് ഞാൻ അധികം പ്രോഗ്രാംസ് കൊടുക്കാറില്ല. ഞാൻ ലിമിറ്റ് ചെയ്തിട്ട് പറ്റാവുന്നത് എല്ലായിടത്തും എത്തും. ഈ പൊളിറ്റിക്സിലേക്ക് വരാൻ ഒരു ഏജ്, ഒരു മെച്യൂരിറ്റി വരണം, അങ്ങനെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ വരുന്ന ആൾക്കാർക്ക്? എനിക്കങ്ങനെ തോന്നുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ബ്ലെൻഡാണ്. ഇതൊരു പരിചയസമ്പന്നതയുടെയും ഒരു യങ് ബ്ലഡിൻ്റെയും ഇറ്റ്സ് എ ബ്ലെൻഡ് ഓഫ് എക്സ്പീരിയൻസ് ആൻഡ് യങ് തോട്ട്സ്. അപ്പോൾ അതാണ് നല്ലൊരു കോമ്പിനേഷൻ. അതിൽ പുതിയ ആശയങ്ങളുള്ള ആൾക്കാർ വരട്ടെ, അതിലൊരു മെച്യൂരിറ്റി ലെവൽ. 18 വയസ്സിൽ ഒരാൾക്ക് വോട്ട് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് 25 വയസ്സിലെ ഇലക്ഷൻ മത്സരിക്കാൻ പറ്റുള്ളൂ. ഐ മീൻ ടു പാർലമെൻറ്റ് ആൻഡ് അസംബ്ലി. അപ്പോൾ അതൊരു മെച്യൂരിറ്റി ലെവൽ. നമ്മളുടെ അച്ചീവ്മെൻറ്റ് ലെവൽ നോക്കിക്കഴിഞ്ഞാൽ 20s അച്ചീവ് ചെയ്യുന്ന ആളുകളുടെ എണ്ണം നിങ്ങൾ നോക്കണം. സ്റ്റാർട്ടപ്സ് ആണെങ്കിലും ഗ്ലോബൽ കമ്പനീസ് ഹെഡ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും നല്ല ആശയങ്ങളെ യാഥാർത്ഥ്യമാക്കുന്ന, ദേ ആർ വെരി വെരി യങ്. അപ്പോൾ യു കാണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് ദം. ഏജ് ഒരു വിഷയമല്ല എന്നുള്ളതാണ്. ആൻഡ് ഇപ്പോൾ ഈ തിരക്കിൻ്റെ ഇടയിൽ നേരത്തെ ചോദിച്ച പോലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. ആൻഡ് ഞാൻ നോട്ടീസ് ചെയ്ത കാര്യം, നന്നായിട്ട് ഹെൽത്ത് മാനേജ് ചെയ്യുന്നു, ഫിറ്റ്നസ് മാനേജ് ചെയ്യുന്നു. അതെങ്ങനെയാണ് കറക്റ്റായിട്ട്? ഒന്നുമില്ല, ഒരു ട്രെയിനിങ്ങും ഇല്ല, ഒന്നുമില്ല. ഞാൻ നേരത്തെ ബാഡ്മിൻ്റൺ കളിക്കുമായിരുന്നു, പിന്നെ സൈക്കിൾ ചവിട്ടുമായിരുന്നു. ഇപ്പോൾ സമയം കിട്ടുമ്പോൾ നടക്കും. സമയം കിട്ടുമ്പോൾ രാത്രിയാണെങ്കിലും എൻ്റെ കോളനിയിൽ നടക്കും. സൈക്കിൾ ചവിട്ടാൻ ഇപ്പോൾ പോവാറില്ല, ബാഡ്മിൻ്റൺ കളിക്കാൻ പറ്റാറില്ല. ഞാനൊരു വർക്കൗട്ട് പ്ലാനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ഒരുപാട് ജിമ്മുകളും സ്പാകളൊക്കെ ഉദ്ഘാടനം ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഒരുപാട് എറണാകുളത്ത് ഒട്ടുമിക്ക ഹെൽത്ത് ക്ലബ്ബുകളും ഞാൻ ഇനോഗ്രേറ്റ് ചെയ്തിട്ടുള്ളൂ. അവരെല്ലാവരും വരാനും പറയും, പക്ഷേ എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. പോകണം. ചിലപ്പോൾ എന്നെ അടുത്ത പ്രാവശ്യം കാണുമ്പോൾ ചിലപ്പോൾ വിജിതയ്ക്ക് മനസ്സിലായെന്ന് വരില്ല. ഫേവറേറ്റ് ഹാങ് ഔട്ട് പ്ലേസസ് അങ്ങനെ ചോദിച്ചാൽ നമ്മുടെ എറണാകുളത്തൊക്കെ ഏതാ പറയാ? അങ്ങനെയില്ല, എനിക്ക് ഒരുപാട് നല്ല ചായക്കടകളുണ്ട്, നല്ല കഫേസ് ഉണ്ട്. ചില സ്ഥലത്ത് ഭക്ഷണം, ചായയും നല്ല കിട്ടുന്നത് എല്ലാ സ്ഥലത്തും. പനമ്പള്ളി നഗറിൽ പോവും. പുതിയ ഒരുപാട് എറണാകുളത്ത് ഇപ്പോൾ കാക്കനാട് ഹൈവേസിൽ എല്ലായിടത്തും പുതിയ പുതിയ ഹാങ് ഔട്ട്സ്. നമ്മൾ വിചാരിക്കാത്ത ഗ്രാമപ്രദേശങ്ങളിൽ പോലും നല്ല ബ്യൂട്ടിഫുൾ, നല്ല ഗ്രീൻ കഫേസ് തുടങ്ങിയിട്ടുണ്ട്, നല്ല ആംബിയൻസ് ഉള്ള നല്ല കഫേസ്. അപ്പോൾ ഭക്ഷണം, ഞാൻ പറഞ്ഞില്ല, ഭക്ഷണം ചായയൊക്കെ എവിടെയെങ്കിലും ഒക്കെ കിട്ടുമെന്ന് അറിഞ്ഞാൽ ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ വരുമ്പോൾ നമ്മൾ തേടി പിടിച്ചൊക്കെ പോവാറുണ്ട്. അപ്പം നമ്മുടെ MP നല്ല ചായ ഭയങ്കര ഇഷ്ടമാണെന്ന് എനിക്ക് മനസ്സിലായി അല്ലേ? അപ്പോൾ എന്താണെങ്കിലും ഈ ഓണത്തിന് നമ്മൾ ഓണം ഡബിൾ പൊളിയാക്കിയത് പൊളി ടോക്സിലൂടെയാണ്. ആൻഡ് പൊളി ടോക്സിൽ ഇന്ന് നമുക്ക് എത്തിയിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട MP ഹൈബി ഈഡൻ. ഒരുപാട് സന്തോഷം. ഒരിക്കൽ കൂടി ഓണാശംസകൾ പറയുകയാണ്. താങ്ക് യു. ഹാപ്പി ഓണം.